ഒട്ടനവധി വിചിത്രവും വിശ്വസിക്കാൻ പ്രയാസമുള്ളതുമായിട്ടുള്ള ജീവികളുടെ ലോകമാണ് നമ്മുടെ ഈ ഭൂമി. ചില ജീവികളുടെ സവിശേഷതകൾ കേട്ടുകഴിഞ്ഞാൽ ഇതൊക്കെ തള്ളാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലുള്ള ഭൂമിയിലെ ചില വിചിത്രവും നിഗൂഢവുമായ ജീവികളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒഗാപ്പി. ആഫ്രിക്കയിൽ സൂര്യപ്രകാശം പോലും മണ്ണിലെത്താൻ മടിക്കുന്ന അത്രയും ഇരുണ്ട കാടുകളുണ്ട്. ആ നിഴലുകൾക്കിടയിലൂടെ നടന്നു നീങ്ങുന്ന നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മൃഗമുണ്ട്. അതിൻ്റെ പേരാണ് ഒഗാപ്പി. കാട്ടിലെ രഹസ്യമാൻ എന്നാണിതിനെ വിളിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഒരു മാനിനെ പോലെയോ സീബ്രയെ പോലെയോ തോന്നും. പക്ഷേ സംഗതി അതല്ല. ഒഗാപ്പി സത്യത്തിൽ ജിറാഫിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. ഒരേ ഒരു വ്യത്യാസം, ഒഗാപ്പി കാടിൻ്റെ ഇരുട്ടിൽ ആരും കാണാതെ ഒളിഞ്ഞു ജീവിച്ചു എന്നതാണ്. അതിൻ്റെ കാലുകളിലെ കറുപ്പും വെളുപ്പും വരകളാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ വരകൾ വെറുതെ ഭംഗിക്കുള്ളതല്ല. കാടിനുള്ളിലെ വെളിച്ചവും നിഴലും കലർന്ന പശ്ചാത്തലത്തിൽ ഒളിച്ചിരിക്കാൻ ഈ വരകൾ അതിനെ സഹായിക്കും. ശത്രുക്കൾക്കൊന്നും മനസ്സിലാകുന്നതിന് മുൻപേ ഒഗാപ്പി അപ്രത്യക്ഷമായിട്ടുണ്ടാകും. അവിടത്തെ നാട്ടുകാർക്ക് പണ്ടേ ഈ മൃഗത്തെ അറിയാമായിരുന്നുവെങ്കിലും 1901 വരെ ശാസ്ത്രജ്ഞർ ഇങ്ങനെയൊരു മൃഗമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നില്ല. പലരും ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇതിൻ്റെ തെളിവുകൾ പുറം ലോകത്തെത്തിയപ്പോഴാണ് പ്രകൃതി ഇന്നും ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ലോകം സമ്മതിച്ചത്. പ്ലാറ്റിപ്പസ്. സസ്തനികൾ ഒരിക്കലും മുട്ടയിടില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഓസ്ട്രേലിയയിലുള്ള ഒരു ജീവി ആ നിയമമൊക്കെ അങ്ങ് കാറ്റിൽ പറത്തി. ശാസ്ത്രജ്ഞർ ഇതിനെ ആദ്യമായി കണ്ടപ്പോൾ ആ മൃഗത്തെയല്ല, മറിച്ച് തങ്ങൾ പഠിച്ച സയൻസിനെയാണ് സംശയിച്ചത്. അതിൻ്റെ പേരാണ് പ്ലാറ്റിപ്പസ്. സസ്തനിയായിരുന്നിട്ടും മുട്ടയിടുന്ന ലോകത്തിലെ അപൂർവം ജീവികളിലൊന്നാണിത്. സയൻസിലെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്ന മോണോട്രീം എന്ന വിഭാഗത്തിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ശരീരം കണ്ടാൽ പ്രകൃതി ഓരോ കഷ്ണങ്ങൾ വെച്ച് തുന്നിച്ചേർത്ത ഒരു പരീക്ഷണം പോലെ തോന്നും. താറാവിനെ പോലെയുള്ള ചുണ്ട്, ബീവറിനെ പോലെയുള്ള വീതിയുള്ള വാല്, വെള്ളത്തിനടിയിൽ വേഗത്തിൽ നീന്താൻ സഹായിക്കുന്ന പാദങ്ങൾ. ഇത് കരയിലും വെള്ളത്തിലും ജീവിക്കുമെങ്കിലും ഈ രണ്ട് ലോകത്തും പെടാത്തതുപോലെയാണ് ഇതിൻ്റെ രൂപം. ഇതിൻ്റെ ചുണ്ട് കാണാൻ വിചിത്രമാണെന്ന് മാത്രമല്ല, ഒരു ഹൈടെക് സെൻസർ പോലെയാണത് പ്രവർത്തിക്കുന്നത്. വെള്ളത്തിനടിയിലുള്ള ഇരകളുടെ പേശികളിൽ നിന്നുണ്ടാകുന്ന ചെറിയ ഇലക്ട്രിക്കൽ സിഗ്നലുകൾ പോലും തിരിച്ചറിയാൻ പ്ലാറ്റിപ്പസിന് കഴിയും. അതായത് കട്ട ഇരുട്ടാണെങ്കിൽ പോലും കണ്ണുപയോഗിക്കാതെ തന്നെ ഇര എവിടെയുണ്ടെന്ന് ഇതിന് മനസ്സിലാകും. ഇതിലും വലിയ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യമുണ്ട്. ആൺ പ്ലാറ്റിപ്പസുകളുടെ പിൻകാലുകളിൽ വിഷമുള്ള ചെറിയ മുള്ളുകളുണ്ട്. ഈ വിഷം കൊണ്ട് മനുഷ്യൻ മരിക്കില്ലെങ്കിലും അസഹനീയമായ വേദന ഇതുണ്ടാക്കും. കാണാൻ നല്ല പാവമാണെന്ന് തോന്നുമെങ്കിലും പ്രകൃതിയിലെ വിചിത്രമായ ഒന്നാണ് ഈ ജീവി. ആക്സലോട്ടിൽ. വെള്ളത്തിനടിയിൽ നീന്തി തുടിക്കുന്ന ഈ ചെറിയ ജീവിയെ കണ്ടാൽ ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ പോലെ തോന്നും. പക്ഷേ സത്യത്തിൽ ഇത് പ്രകൃതിയുടെ വലിയൊരു മാജിക്കാണ്. മെക്സിക്കോയിലെ തടാകങ്ങളിൽ കാണപ്പെടുന്ന ഇതിനെ വാട്ടർ ഏഞ്ചൽ എന്നും വിളിക്കാറുണ്ട്. ഏറ്റവും അത്ഭുതകരമായ കാര്യം, ആക്സലോട്ടിൽ ഒരിക്കലും പൂർണ്ണമായി വളരുന്നില്ല. മറ്റു ഉഭയജീവികൾ വളരുമ്പോൾ രൂപം മാറുമെങ്കിലും ആക്സലോട്ടിൽ ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞു രൂപത്തിൽ തന്നെ തുടരും. ഇതിനെ സയൻസിൽ നിയോടെനി എന്ന് വിളിക്കുന്നു. അതായത് ഇതിന് പ്രായമാകും, പക്ഷേ ലുക്ക് മാറില്ല. ഇതിൻ്റെ പുറത്തുള്ള ചെകിളപ്പൂക്കളും ആ ചിരിക്കുന്ന മുഖമെല്ലാം എപ്പോഴും ഒരുപോലെയായിരിക്കും. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ പവർ ഇരിക്കുന്നത് ശരീരത്തിനുള്ളിലാണ്. ഇതിൻ്റെ കൈകാലുകൾ മുറിഞ്ഞുപോയാലോ ഹൃദയത്തിനോ നട്ടലിനോ കേടുപാടുകൾ വന്നാലോ അവയെല്ലാം കുറച്ചുകാലം കൊണ്ട് ഒരു പാടുപോലുമില്ലാതെ പഴയതുപോലെ വളർത്തിയെടുക്കാൻ ഇതിന് കഴിയും. ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ഇന്നിതിനെക്കുറിച്ച് പഠിക്കുന്നത് അതുകൊണ്ടാണ്. മുറിഞ്ഞുപോയ അവയവങ്ങളും നട്ടലിലെ പരുക്കുകളും സുഖപ്പെടുത്താനുള്ള വഴി ഭാവിയിൽ ഇതിലൂടെ കണ്ടെത്താമെന്നവർ കരുതുന്നു. പാവമാണെന്ന് തോന്നുമെങ്കിലും ഭാവിയിലെ വൈദ്യശാസ്ത്രത്തിൻ്റെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച ജീവിയാണ് ആക്സലോട്ടിൽ. ഈനാംപേച്ചി. കാട്ടിനുള്ളിൽ ശക്തി കൊണ്ടോ വേഗത കൊണ്ടോ അല്ലാതെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ രക്ഷപ്പെടുന്ന മൃഗമാണ് ഈനാംപേച്ചി. ശരീരമാസാകെ കട്ടിയുള്ള തോടുപോലെയുള്ള ശൽക്കങ്ങളുള്ള ലോകത്തിലെ ഏക ഒരു സസ്തനിയാണിത്. നമ്മുടെ നഖങ്ങളുണ്ടാക്കിയിട്ടുള്ള അതേ സാധനമായ കെരാറ്റിൻ കൊണ്ടാണ് ഇതിൻ്റെ പുറത്തെ തോടും നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ശത്രു വന്നാൽ ഈനാംപേച്ചി ഓടുകയോ കടിക്കുകയോ ചെയ്യില്ല. പകരം ഒരു പന്ത് പോലെ ചുരുണ്ടുകൂടും. അപ്പോൾ ഇതിൻ്റെ മൃദുവായ ഭാഗങ്ങളെല്ലാം ഉള്ളിലാകും, കട്ടിയുള്ള പുറം ഭാഗം വെളിയിലാകും. ഒരു മൃഗത്തിനും ഇതിനെ കടിക്കു പൊളിക്കാൻ കഴിയില്ല.
പക്ഷേ പ്രകൃതി നൽകിയ ഈ കവചം മനുഷ്യന്റെ മുന്നിൽ തോറ്റുപോയി. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടത്തപ്പെടുന്ന വന്യജീവിയാണ് ഈനാംപേച്ചി. ഇതിന്റെ തോടിന് മരുന്നുണ്ട് എന്ന വെറും അന്ധവിശ്വാസമാണ് ഇതിനെ കൊന്നൊടുക്കാൻ കാരണം. ശബ്ദമുണ്ടാക്കാത്ത, ആരെയും ഉപദ്രവിക്കാത്ത ഈ ജീവി മനുഷ്യന്റെ അത്യാഗ്രഹം കാരണം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർ നോസ്ഡ് മോൾ. വെളിച്ചമോ ശബ്ദമോ ഇല്ലാത്ത ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിൽ വസിക്കുന്ന ജീവിയാണ് സ്റ്റാർ നോസ്ഡ് മോൾ. കാഴ്ചയിൽ ഒരു സാധാരണ എലിയെപ്പോലെ തോന്നുമെങ്കിലും ഇതിന്റെ മൂക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഇതിന്റെ മൂക്കിന്റെ തുമ്പത്ത് നക്ഷത്രത്തിന്റെ കിരണങ്ങൾ പോലെ 22 മാംസളമായ തന്തുക്കളുണ്ട്. ഇവ വെറും ഭംഗിക്കുള്ളതല്ല, 25,000-ലധികം സെൻസറുകൾ അടങ്ങിയ ഒരു അത്ഭുത സംവിധാനമാണ്. ഇരുട്ടിലൂടെ നീങ്ങുമ്പോൾ കണ്ണുകൾക്ക് പകരം സ്പർശനത്തിലൂടെയാണ് ഇത് ഇരയെ കണ്ടെത്തുന്നത്. ഒരു സെക്കൻഡിന്റെ 10-1 സമയം കൊണ്ട് ഇര എവിടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞു പിടിക്കാൻ ഇതിന് കഴിയും. ഇതിന്റെ തലച്ചോർ അത്രയ്ക്ക് വേഗത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കും. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സെൻസറി സിസ്റ്റമുള്ള സസ്തനിയാണിത്. മെയിൻഡ് വൂൾഫ്. പുല്ലുകൾക്കിടയിൽ ഒരു നിഴൽ പോലെ നീങ്ങുന്ന ഇതിനെ കണ്ടാൽ ഇതൊരു കുറുക്കനാണോ അതോ ചെന്നായയാണോ എന്ന് ആരും സംശയിച്ചു പോകും. പക്ഷേ ഇത് രണ്ടുമല്ല. ഇതിന് മാനിനെ പോലെ നീളമുള്ള കാലുകളാണുള്ളത്. ഉയരമുള്ള പുല്ലുകൾക്കിടയിലൂടെ ദൂരെയുള്ള കാഴ്ചകൾ കാണാൻ ഈ കാലുകൾ ഇതിനെ സഹായിക്കും. രാത്രിയിൽ തനിച്ച് സഞ്ചരിക്കുന്ന ശീലമുള്ളതുകൊണ്ട് ഇതിനെ പുൽമേടുകളിലെ പ്രേതമെന്നും വിളിക്കാറുണ്ട്. ചെന്നായ എന്ന പേരുണ്ടെങ്കിലും ഇവ മാംസം മാത്രമല്ല, ഒരു പ്രത്യേക തരം പഴങ്ങളും അഥവാ വൂൾഫ് ആപ്പിളും കഴിക്കാറുണ്ട്. ഈ പഴങ്ങളുടെ വിത്തുകൾ കാട് മുഴുവൻ എത്തിക്കാൻ ഇവ സഹായിക്കുന്നു. ശാന്തമായ നടത്തവും നിഗൂഢമായ പെരുമാറ്റവും കാരണം ഇതിനെ കാണുന്നത് തന്നെ ഒരു വിചിത്രമായ അനുഭവമാണ്. ഫോസ. കാട്ടിൽ എല്ലാ വേട്ടക്കാരും ശബ്ദമുണ്ടാക്കി വരണമെന്നില്ല. മഡഗാസ്കറിലെ കാടുകളിൽ ആരുമറിയാതെ നീങ്ങുന്ന അപകടകാരിയാണ് ഫോസ. കണ്ടാൽ ഒരു വലിയ പൂച്ചയെപ്പോലെ തോന്നുമെങ്കിലും ഇതിന്റെ പവർ വേറെയാണ്. മരങ്ങളിലും കരയിലും ഒരുപോലെ വേഗത്തിൽ സഞ്ചരിക്കാൻ ഇതിന് കഴിയും. ശബ്ദമുണ്ടാക്കാതെ നിശബ്ദമായി വേട്ടയാടാനുള്ള ഇതിന്റെ കഴിവ് കാരണം ഇതിനെ നിഴൽ വേട്ടക്കാരൻ എന്ന് വിളിക്കുന്നു. ഫോസ വരുന്നത് ആരും അറിയില്ല. അറിയുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. സൺബെയർ. കരടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്നത് വലിയ ഒരു രൂപമാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ കരടിയാണ് സൺബെയർ. ഇതിന്റെ നെഞ്ചിലുള്ള മഞ്ഞ നിറത്തിലുള്ള അടയാളം കാരണമാണ് ഇതിന് ഈ പേര് കിട്ടിയത്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഇതിന്റെ നാവാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതാണ്ട് 25 സെന്റിമീറ്റർ വരെ നീളമുള്ള നാവാണ് ഇതിനുള്ളത്. മരത്തിനുള്ളിലെ തേനും പ്രാണികളെയും നക്കിയെടുക്കാൻ ഈ നീളൻ നാവ് സഹായിക്കും. ആഗ്നേയേഷ്യയിലെ അഥവാ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ കാടുകളിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഈ കരടിയെപ്പറ്റി അധികം ആർക്കും അറിയില്ലെന്നതാണ് സത്യം. കൊലുഗോ. രാത്രിയിൽ കാട് നിശബ്ദമായിരിക്കുമ്പോൾ മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് പാറി നീങ്ങുന്ന ഒരു രൂപം കണ്ടാൽ അതൊരു വവ്വാലാണോ അതോ കുരങ്ങനാണോ എന്ന് തോന്നിപ്പോകും. കൊലുഗോ എന്ന ഈ ജീവി ഇത് രണ്ടുമല്ല. ഇതിനെ പറക്കുന്ന കുരങ്ങൻ എന്ന് വിളിക്കാറുണ്ടെങ്കിലും ഇത് സത്യത്തിൽ പറക്കുകയല്ല, വായുവിലൂടെ വഴുതി നീങ്ങുകയാണ് അഥവാ ഗ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ കഴുത്തു മുതൽ വാലുവരെ നീളുന്ന ഒരു പാട അഥവാ മെംബ്രെയിൻ ഇതിനെ ചിറക് പോലെ സഹായിക്കും. ചിറകുകൾ അടിക്കാതെ തന്നെ 70 മീറ്ററോളം ദൂരം വായുവിൽ സഞ്ചരിക്കാൻ ഇതിന് കഴിയും. കാഴ്ചയിൽ വവ്വാലിനെ പോലെ ഇരിക്കുമെങ്കിലും ഇതിന് വവ്വാലുമായോ കുരങ്ങുമായോ ബന്ധമില്ല. പണ്ട് മുതലേയുള്ള ഒരു പ്രത്യേക വിഭാഗമാണിത്. പകൽ മരങ്ങളിൽ ഒളിച്ചിരിക്കുകയും രാത്രിയിൽ ആരും കാണാതെ നീങ്ങുകയും ചെയ്യുന്ന കൊലുഗോ കാട്ടിലെ ഒരു വലിയ രഹസ്യമാണ്. സാവോള. ചില ജീവികളെ കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സാവോള അത്തരത്തിലൊന്നാണ്. വിയറ്റ്നാമിലെയും ലാവോസിലെയും വലിയ മലനിരകളിലെ കാടുകളിൽ വസിക്കുന്ന ഈ ജീവിയെ മിക്കവരും ചിത്രങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് സാവോളയെ ഏഷ്യൻ യൂണിക്കോൺ എന്ന് വിളിക്കുന്നത്. അത് മാന്ത്രിക ജീവിയായതുകൊണ്ടല്ല, മറിച്ച് അതിനെ നേരിട്ട് കണ്ടവർ അത്രയ്ക്ക് കുറവായതുകൊണ്ടാണ്. ഏറ്റവും അത്ഭുതകരമായ കാര്യം സാവോള പണ്ടെപ്പോഴോ വംശനാശം വന്ന ഒന്നല്ല എന്നതാണ്. 1992-ൽ വിയറ്റ്നാമിലെ കാടുകളിൽ നിന്ന് വിചിത്രമായ കൊമ്പുകൾ കണ്ടെത്തിയപ്പോഴാണ് ശാസ്ത്രലോകം ഇതിനെക്കുറിച്ച് അറിയുന്നത്. ആദ്യം ഇതൊരു പഴയ മൃഗത്തിന്റെ അവശിഷ്ടമാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ സത്യമറിഞ്ഞപ്പോൾ ലോകം ഞെട്ടിപ്പോയി. ഇത്രയും വലിയൊരു മൃഗം ഇത്രയും കാലം മനുഷ്യക്കണ്ണുകളിൽ പെടാതെ ഒളിഞ്ഞിരുന്നു എന്നത് വിശ്വസിക്കാനായില്ല. മാനിനും പശുവിനുമിടയിലുള്ള ഒരു രൂപമാണിതെന്ന്.
ഇതിൻ്റെ നേരെയുള്ള നീളൻ കൊമ്പുകൾ ഇതിനെ കൂടുതൽ നിഗൂഢമാക്കുന്നു. ക്യാമറകളിൽ കുടുങ്ങിയ ദൃശ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും അബദ്ധത്തിൽ കണ്ടതോ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള അറിവ്. അതുകൊണ്ടുതന്നെ ഇവ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നോ എത്രയെണ്ണം ബാക്കിയുണ്ടെന്നോ ഇന്നും കൃത്യമായി ആർക്കും അറിയില്ല. ഈ കൂട്ടത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ ജീവി ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.